இலை பெயராது சிலை போலவே நின்று நிலை உடைந்து போகாதே உடனே வலிகள் போகாதே கடந்து போகும் இது கடந்து போகும். ഹായ് എവരിവൺ. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു സന്തോഷ വാർത്തയായിട്ടാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രവീൺ പ്രണവിന്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ. പ്രവീൺ പ്രണവും അവരുടെ അച്ഛനും അമ്മയും എല്ലാരും കൂടി ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അത് അറിയാത്ത ആരുമില്ല. നമ്മൾ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഭയങ്കര വഴക്കും ബഹളമൊക്കെ ആയിരുന്നു. അങ്ങനെ പ്രസവത്തിനൊന്നും വീട്ടുകാർ പങ്കെടുത്തില്ല. അങ്ങനെ അത് പിന്നെ ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ നമ്മളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ അച്ഛനും അമ്മയും പ്രവീണിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പ്രവീണിന്റെയും മൃദുലയുടെയും കുഞ്ഞിന്റെ നൂലുകെട്ടായിരുന്നു. അങ്ങനെ പ്രസവിച്ചിട്ട് ഇപ്പൊ 1 മാസമായി. അങ്ങനെ 28 കെട്ടെന്ന് പറയും. അപ്പം ആ ഒരു നൂലുകെട്ട് ചടങ്ങില് അച്ഛനും അമ്മയെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രവീണ്. ക്ഷണിച്ചത് എന്തായാലും നല്ല കാര്യമാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസങ്ങളിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനകത്ത് അവരുടെ മനസ്സിലും വലുതായിട്ട് വഴക്കും പിണക്കമൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അവർ രണ്ടുപേരും എത്തിയത്. പക്ഷെ കൊച്ചു വന്നില്ല. അത് എന്തായാലും സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഒരു ദേഷ്യം കാണും. അതൊക്കെ ഒന്ന് മാറി വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പൊ കൊച്ചു എന്തായാലും ഉടനെ തന്നെ തിരിച്ചു വരും. ഇവരുടെ അടുത്തുള്ള പിണക്കൊക്കെ മാറ്റുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഈ നൂലുകെട്ട് നടക്കുന്ന ഒരു ഫസ്റ്റ് ചടങ്ങ്, ഒരു കുഞ്ഞിന്റെ ഏറ്റവും വലിയൊരു ഫസ്റ്റ് ചടങ്ങാണ് നടക്കുന്നത്. അപ്പൊ എന്തായാലും അച്ഛനും അമ്മയും വളരെ നല്ല ഒരു സന്തോഷകരമായ ഒരു കാഴ്ചയാണ് കാണാൻ പറ്റിയത്. പക്ഷെ അച്ഛന് ചെറിയൊരു രീതിയിലൊരു ദേഷ്യമൊക്കെ ഉണ്ട്. നോക്കിയിട്ട് ഒക്കെ ഭയങ്കരമായിട്ട് ആ ഒരു വീഡിയോ കണ്ടാൽ അറിയാം. എന്തായാലും ആ ഒരു വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. ആ കുഞ്ഞിനെ കാണാൻ വേണ്ടി അച്ഛനും അമ്മയും വന്ന ആ ഒരു വീഡിയോ. கடந்து போகும் அதுவே படிக்கும் அதுவே உடைக்கும் மனம்தான் ஒரு குழந்தை ஈஸ்வர நாரிடத்தில் ஆசை ரொம்ப வைத்து கண்ணூஞ்சலாடி இருந்தாள் காஞ்சன மாலை மனமகிழாய் കണ്ണൂഞ്ചലാടി. അപ്പൊ കണ്ടില്ലേ, എന്തായാലും നമ്മൾ മനുഷ്യരാണ്. വാശി പിണക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ എന്തായാലും അച്ഛനും അമ്മയും സ്നേഹത്തോടെ വന്നിട്ടുണ്ട്. അവരുടെ മനസ്സിൽ ചെറിയൊരു ദേഷ്യമൊക്കെ ഉള്ളത് പോലെ എനിക്ക് തോന്നി. കാര്യം അതെനിക്ക് അതിൽ ആ വീഡിയോയില് അച്ഛന്റെ ഫേസ് കാണുമ്പോഴത്തേക്കും മനസ്സിലാവും. പിന്നെ അമ്മയ്ക്ക് നല്ല രീതിയിൽ ഒരു മുഖത്ത് നല്ല രീതിയിൽ വിഷമമുണ്ട്. അതും നമുക്ക് അതിനകത്ത് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം. പിന്നെ വേറൊരു കാര്യം ഞാൻ എടുത്തു പറയുവാണ്. നമ്മൾ ഇപ്പൊ നെഗറ്റീവ് വീഡിയോസ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ഇതിന് പ്രത്യേകിച്ച് നെഗറ്റീവ് പറയേണ്ട കാര്യമില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫംഗ്ഷന് നമ്മുടെ പ്രവീൺ അവരെ വിളിച്ചു, അച്ഛനും അമ്മയും വന്നു. ചിലപ്പം പ്രണവിനെയും വിളിച്ചിട്ടുണ്ടാവാം. പ്രണവിന്റെ മനസ്സിൽ ഒരു ദേഷ്യം ഉള്ളത് കൊണ്ടാണ് വരാതെ. ഇപ്പൊ എന്തായാലും ഇപ്പൊ ഇനി ഒരു നെഗറ്റീവ് വീഡിയോ പ്രതീക്ഷിക്കാം കുറെ പേരുടെ. അതിനകത്ത് വരുന്ന മെയിൻ സംഭവം എന്ന് പറയുന്നത് അച്ഛന്റെ മുഖം കണ്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന എന്തോ വിഷയമുണ്ട്. അവർക്ക് പിണക്ക് ചിലപ്പം ആൾക്കാരെ കാണിക്കാൻ വേണ്ടി വന്നതായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ എല്ലാരെയും ബോധിപ്പിക്കാൻ വേണ്ടി വന്നായിരിക്കും. അച്ഛനും അമ്മയും വന്നില്ല എന്ന് ബന്ധുക്കളൊക്കെ അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് ചിലപ്പം ബോധിപ്പിക്കാൻ വേണ്ടി വന്നായിരിക്കും. അങ്ങനെയൊക്കെ ചിലപ്പോൾ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഒക്കെ വരാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് നമ്മളൊക്കെ മനുഷ്യരാണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഇങ്ങനെ വഴക്കും ബഹളവും ഒക്കെ വെച്ച് ജീവിക്കുന്നത്? ആ ഒരു സമയത്ത് ഇപ്പൊ ഈ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം നല്ലൊരു ശുഭമുഹൂർത്തത്തിലൊക്കെ നമ്മൾ ഒന്നിച്ചു കഴിഞ്ഞാൽ ആ ഒരു പരിപാടിക്ക് കൂടുതൽ മധുരം കൂടത്തേ ഉള്ളൂ. മനസ്സിലായി? എന്തെങ്കിലും ഒരു വഴക്കോ പിണക്കോ ദേഷ്യങ്ങളോ എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിക്കാനുള്ളത് വിളിക്കുക. വരികയോ വരണ്ടാത്തതോ ഒക്കെ അവരുടെ ഇഷ്ടമാണ്. അവര് ഇപ്പൊ എന്തായാലും നമ്മുടെ പിന്നെ കൊച്ചുവിനെയും വിളിച്ചിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന്റെ അച്ഛന്റെ അനിയനാണ്. അപ്പൊ പുള്ളിക്കാരന് അത് വിളിക്കേണ്ട കടമയാണ്. അപ്പൊ അതുകൊണ്ട് വിളിച്ചു കാണും.
പിന്നെ അച്ഛനും അമ്മേനെയും തീർച്ചയായിട്ടും വിളിക്കും. അപ്പം വിളിച്ച് അവര് പക്ഷെ ആ ഒരു കുഞ്ഞിനോട് ഒരു സ്നേഹമെങ്കിലും ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ അച്ഛനും അമ്മയും വന്നത്. പിന്നെ ഇനിയിപ്പോ നെഗറ്റീവ് പറയുന്നത് ഇപ്പൊ ഈ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി വന്നതായിരിക്കും എന്നായിരിക്കും. പക്ഷെ എന്തായാലും മനുഷ്യരല്ലേ. ഇനിയിപ്പോ എന്തായാലും ഒരുമിച്ച്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫാമിലി ഒരുമിച്ച് നിൽക്കുന്ന കാണാനാണ് എല്ലാവർക്കും ആഗ്രഹം. കാര്യം നമ്മൾ ഇത്രയും പേരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ അവരുടെ ആ ഒരു വീഡിയോസ് ഒക്കെ കണ്ടിട്ട് തന്നെയാണ് അവർക്ക് ഇത്രയും മില്യൺ പിന്നെ എന്താണ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളതെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അവരുടെ ഫാമിലിയെ കാണാനും അവർ ഒരുമിച്ചുള്ള ആ ഒരു എൻജോയ്മെന്റ്സ് മൊമെന്റ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടുമാണ്. അല്ലാണ്ട് ഇപ്പൊ രണ്ടുപേരും ഇതായിട്ട് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു മിസ്സിങ് അനുഭവപ്പെടുന്നു. ഇപ്പം കൊച്ചുവിന്റെ വീഡിയോയിലാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം കൊച്ചു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അച്ഛന്റെയും അമ്മയുടെയും എല്ലാം കൂടി ഇവര് ബീച്ചിലൊക്കെ മീൻ പിടിക്കാൻ പോകുന്നതൊക്കെ. പക്ഷെ അതിനകത്ത് എന്തോ ഒരു കുറവുണ്ട്. കാര്യം അത് പ്രവീണിന്റെയും മൃദുലയുടെയും ഒക്കെ ഒരു കുറവ് തന്നെയാണ്. അതുകൊണ്ട് എന്തായാലും എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുമ്പോൾ അവർ ഒരുമിച്ച് നിൽക്കുന്നതാണ് എനിക്ക് കൂടുതൽ താല്പര്യം. കാര്യം അത് കാണാനാണ് എല്ലാവർക്കും അത് കാണാനാണ് ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് എല്ലാരും ഒരുമിച്ച് പഴയ രീതിയിലായിരുന്നെങ്കിൽ എന്ത് സന്തോഷമായിരുന്നു. ഇനിയിപ്പം ഈ കൊച്ചുവും കൂടി വന്നിരുന്നെങ്കിൽ ഒന്നുകൂടി ഇവർക്കൊരു ഹാപ്പിനെസ് ആയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് വഴക്കുകളൊക്കെ മറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞ് നല്ല രീതി ഒരുമിച്ച് അവര് തമ്മിൽ ഇപ്പൊ ഇവരുടെ ചാനൽ കാണുമ്പോഴും മൃദുലയുടെയും പ്രവീണിന്റെയും ആ ഒരു ഇത് കാണുമ്പോഴാണെങ്കിലും ഇവരെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അച്ഛനെയും അമ്മേനെയും കൊച്ചുവിനെയും നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇവർ ഒരുമിച്ചുള്ളപ്പോൾ ആ ഒരു വൈബ് അത് വീണ്ടും വേണം. അതാണ് വേണ്ടത്. അത് വീണ്ടും വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പം എന്തായാലും ഇതൊരു നല്ല തുടക്കമാകട്ടെ. അതാണ് ഞാൻ പറയുന്നത്. ഇതൊരു നല്ല തുടക്കമാകട്ടെ. ഇപ്പൊ അവർ ക്ഷണിച്ചു, എന്തായാലും ക്ഷണിക്കാതിരുന്നില്ലല്ലോ പ്രവീൺ. എനിക്ക് അതേ ഉള്ളൂ പറയാനുള്ളത്. പ്രവീൺ ക്ഷണിച്ചത് കൊണ്ടായിരിക്കണമല്ലോ വന്നത്. അവനിക്ക് വിളിക്കണമെന്ന് തോന്നി, അതെന്തായാലും നല്ല കാര്യമാണ്. ആ ഒരു ചടങ്ങിൽ അവർ വന്നത് അതിലും നല്ലൊരു കാര്യമാണ്. എന്തായാലും ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഇനി കുഞ്ഞിനെ കാണണമെന്ന് എന്തായാലും ഇനി കുഞ്ഞിനെ കാണാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഈ അച്ഛനും അമ്മ എത്രയൊക്കെ വന്നെന്ന് പറഞ്ഞാലും സ്വന്തം മോന്റെ കുഞ്ഞാണ്. അപ്പൊ അവർക്ക് എത്രത്തോളം നമ്മൾ ഇങ്ങനെ കാണാതിരിക്കാൻ പറ്റും. മോനോട് പിണക്കാണോ, ഓക്കെ, സമ്മതിച്ചു തന്നെ. പക്ഷെ എന്തായാലും ഈ അമ്മ പ്രസവിച്ചത് തന്നെയല്ലേ ഈ മോനെ. അപ്പൊ അതുകൊണ്ട് അവരുടെ മകന്റെ കുഞ്ഞാണ്. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞിനെ കാണാതിരിക്കുന്നതൊക്കെ ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. അതിങ്ങനെയൊക്കെ ഭയങ്കര വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇനി ഇവരെന്തായാലും ഇതുവഴി പതിയെ വന്ന് നല്ല രീതിയിൽ കൂട്ടായി ഈ അച്ഛനും അമ്മയും നമ്മുടെ പ്രണവിനോട് പറഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കി പഴയ രീതിയിൽ എല്ലാവരും ഒരുമിച്ചായാൽ എന്ത് ഹാപ്പി ആയിരിക്കും. രണ്ടുപേരുടെ ചാനലും മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പൊ നമുക്ക് രണ്ട് ചാനലും കാണാനായിട്ട് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എന്തായാലും നല്ലൊരു വാർത്തയായിരുന്നു, നല്ലൊരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഇനിയും ഇവരൊരുമിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.